ഇത്തിരി നേരം എന്ന സിനിമയുടെ സംവിധായകൻ പ്രശാന്ത് വിജയ്, എഴുത്തുകാരൻ വിശാഖ് ശക്തി എന്നിവരാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. അദൃശ്യമായ ഒരു വലയിൽ പ്രണയികൾ കുരുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു വരിയിൽ ഈ സിനിമ. കണ്ടന്റ് ഒരു ലവ് സ്റ്റോറിയാണ്. അതിൻ്റെ ഫോം ഒരു എന്താണ് പറയേണ്ടത്, ഒരു കോൺവെർസേഷണൽ റൊമാൻസ് ഡ്രാമയുടെ സ്വഭാവത്തിലുള്ളൊരു ഫോമാണ്. എൻ്റെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ തിയേറ്ററിൽ വന്ന് കണ്ടാൽ തീരാവുന്നതേ ഉള്ളൂ. ഇത് വന്നു കഴിഞ്ഞാൽ ഇതല്ല എന്നുള്ളത് അറിയാം. ഡിഡ് യു മിസ് മീ എന്നൊക്കെ ആദ്യമായി ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ കാഷ്വലായിട്ട് ചോദിക്കുകയും അനീഷ് ഭയങ്കര ഇമോഷണലായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് ഞാൻ ഇമാജിൻ. പക്ഷേ സെറിൻ വേറൊരു രീതിയിലാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തത്. ആ ഇൻ്റർവെല്ലിൽ വരുന്ന ആ ട്വിസ്റ്റ് ആരും ഇതുവരെ നേരത്തെ ഞാൻ ഗസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. അത് പറയാനും പറ്റത്തില്ല എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഇത്തിരി നേരം എന്ന സിനിമ ഒത്തിരി കാലമായിട്ട് മനസ്സിൽ കൊണ്ട് കിടക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണല്ലോ. എങ്ങനെയായിരുന്നു ആ സിനിമയുടെ ഒരു പ്രോസസ്സ്? ഇത് എനിക്കൊന്ന് ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടി, വിശാഖത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. എഴുത്തെന്നുള്ള പ്രോസസ്സ് വളരെ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ അതിനൊരു പ്രൊഡ്യൂസർ ഇന്നാവുന്നതും റിലേറ്റീവ്ലി പെട്ടെന്ന് കഴിഞ്ഞു. കാരണം ജിയോ ബേബി സുഹൃത്തായിരുന്നു. ജിയോ അടുത്തൊന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവർ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആവുന്നൊരു തീരുമാനം എടുക്കുമായിരുന്നു. കൊറോണ സമയത്ത് ആലോചിച്ച് തുടങ്ങിയൊരു സാധനം പിന്നെ കൊറോണയൊക്കെ കഴിഞ്ഞ് ലോകം പഴയ സ്ഥിതിയിലേക്കൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് സ്ക്രിപ്റ്റിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അത് ഒരു സ്വാഭാവികമായ സ്പീഡിലേക്ക് വന്നു. ഇപ്പം തിയേറ്ററുകളിലെത്തി എന്നുള്ളതാണ്. ഈ സിനിമയുടെ കഥ ഉണ്ടായ കഥ എന്താണ്? കഥ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോവിഡ് സമയത്ത് പ്രശാന്തിൻ്റെ ഒരു മെസ്സേജ് വന്നു. എനിക്കൊരു ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ ഫോർവേഡായിരുന്നു. അപ്പോൾ അതൊരു വളരെ ചെറിയ കുറിപ്പാണ്. അതൊരു സിനിമ സ്ട്രക്ചറിലുള്ളതല്ല, ഒരു സിനിമ കഥയൊന്നും അതിലില്ല. പക്ഷെ അത് എനിക്ക് വളരെ നന്നായിട്ട് കണക്ട് ആയി. കാരണം ഇങ്ങനൊരു മുഴുനീള കോൺവെർസേഷണൽ റൊമാൻസ് ഡ്രാമ എന്ന് പറഞ്ഞിട്ട് സാധനം ചെയ്യണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ചെറിയ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് കറക്റ്റ് ഒരു പ്ലോട്ട് ലാൻഡ് ആയിട്ടില്ലായിരുന്നു. അതായത് ഒരു മെയിൻ സ്ട്രീം സിനിമയായിട്ട് തന്നെയാണ് ആലോചിച്ചത്. പക്ഷെ അതിന് പറ്റിയൊരു ഒരു പ്ലോട്ട് സാധനം നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് വന്നപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല ഫിറ്റാണെന്ന് തോന്നി. അപ്പോൾ ഒരു ഇൻസിഡന്റ് കിട്ടിയാലും അതിനെ നമുക്കൊന്ന് ഒരു രൂപത്തിലേക്ക് മാറ്റണമല്ലോ. കാരണം നമ്മുടെ കയ്യിലൊരു സംഭവമുണ്ട്. നമ്മൾ സിനിമയുടെ ഫൈനൽ ഔട്ട് കാണുമ്പോൾ ഈ സംഭവത്തിന് തൊട്ട് മുമ്പും ശേഷവും കൂടെ ചേരുന്നതാണ് ഈ കഥ പൂർത്തിയാകുന്നത്. അതിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമേഷൻ എങ്ങനെയായിരുന്നു? നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അതൊക്കെ എങ്ങനെയായിരുന്നു? അത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് ലവ് സ്റ്റോറി ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഒരു ഫോം, അതായത് അതിൻ്റെ കണ്ടന്റ് ഒരു ലവ് സ്റ്റോറിയാണ്. അതിൻ്റെ ഫോം ഒരു എന്താണ് പറയേണ്ടത്, ഒരു കോൺവെർസേഷണൽ റൊമാൻസ് ഡ്രാമയുടെ സ്വഭാവത്തിലുള്ളൊരു ഫോമാണ്. ഇത് രണ്ടും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ, എനിക്കൊന്ന് ഒരു ഫോൺ കോളിൽ തന്നെ നമ്മൾ ഈ തീരുമാനങ്ങൾ എടുത്തു. പിന്നെ ബാക്കിയെല്ലാം ബാക്കി സ്റ്റോറി സ്ട്രക്ചർ അതിൽ നിന്ന് വരുന്നതാണ്. അതിൽ വേറൊരു ജോണറും കൂടെ വരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ എൻ്റെ ഒരു സ്ഥിരം രീതി എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഐഡിയ കിട്ടിയാൽ നമ്മൾ സ്ഥിരമായിട്ട് പിച്ച് ചെയ്ത് നോക്കുന്ന ഒരു ക്ലോസ് സർക്കിളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറയുമ്പോൾ ഇവർക്കൊരു കൺഫ്യൂഷൻ ഉള്ളത് ഇതെങ്ങനെ ഇതിൻ്റെ ഒരു ബാലൻസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ടോൺ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് വേണ്ടിയിട്ട് എനിക്കൊന്നും ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു പരിപാടിയാണ്. വിശാഖനോട് ഞാൻ പറഞ്ഞു ആദ്യത്തെ 20 പേജുകൾ എഴുതുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് വിശാഖ എഴുതുകയും അത് എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത്. ഇത് കൊള്ളാൻ പരിപാടി എന്നുള്ള രീതി. അതിൽ എന്തൊക്കെയാണോ പിന്നെ ഈ സിനിമയെ ഡിഫൈൻ ചെയ്യുന്നത്, അതിൻ്റെ ആ റൊമാൻസിൻ്റെ ഇതും പിന്നെ അതിൻ്റെ കോൺവെർസേഷൻസിൻ്റെ സ്റ്റൈലും അതിലുടനീളമുള്ള ഹ്യൂമറും അതിന് ഈ സാമ്പിൾ ഇനഫായിരുന്നു അത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ആ 20 പേജുകൾ എനിക്കൊന്ന് ഏറെക്കുറെ അതേപോലെ തന്നെ ഇപ്പോഴും സിനിമയുടെ തുടക്കത്തിലെ സീനുകൾ തന്നെയാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ തുടക്കം. ഇപ്പോൾ പ്രശാന്തിൻ്റെ ഇതിന് മുമ്പത്തെ പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദായം, അതിശയങ്ങളുടെ വേനൽ, ഈ പേരുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വളരെ ലൈറ്റായിട്ട് ഇത്തിരി നേരം എന്നാണ് ഈ സിനിമയ്ക്ക് പേരിട്ടത്. ഇപ്പം നമ്മൾ ഈ പ്രണയത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഈ ചില പാട്ടുകളിലൊക്കെ ഒരു 5 മിനിറ്റ് കൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് ഇരിക്കുക അല്ലെങ്കിൽ നിൽക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഫരീദ ഖാനുവിന്റെ ഒക്കെ പാട്ടിലൊക്കെ വരിയുണ്ടല്ലോ, അഭിനജാവോ എന്നൊക്കെ പറയുന്നല്ല. ഇത്തിരി നേരത്തിലേക്ക് എത്തി, അങ്ങനെ ആ പേര് മതി ഈ പടത്തിന് എന്നുള്ളത്. പറഞ്ഞ പോലെ തന്നെ എപ്പോഴും പ്രമേയവും അതിന്റെ ട്രീറ്റ്മെന്റും ഒക്കെ അനുസരിച്ചാണ് പേരുകളും വേണ്ടത്. അതിശയങ്ങളുടെ വേനൽ ഒരു 9 വയസ്സുകാരൻ കുട്ടിയുടെ കഥയായിരുന്നു. അപ്പം അവൻ്റെ ഒരു വേനൽക്കാലമാണ് നമ്മൾ അതിൽ ഫീച്ചർ ചെയ്യുന്നത്. അവൻ സ്കൂൾ അടച്ചതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് സ്കൂൾ തുറന്നിട്ട് അവൻ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് രണ്ടുമാണ് ആദ്യത്തെയും അവസാനത്തെയും സീനുകൾ. അപ്പോൾ ഒരു വേനൽക്കാലം അവനെ സംബന്ധിച്ചിടത്തോളം അതിശയങ്ങളുടെ വേനലായിരുന്നു. അപ്പോൾ അവനൊരു ഡയറി എൻട്രി എഴുതിയാൽ അതിൻ്റെ ടൈറ്റിൽ എന്തായിരിക്കും, അങ്ങനെ ഒരു ഇതിൽ നിന്നാണ് വരുന്നത്. പിന്നെ ദായം അതുപോലെ തന്നെ
ദായം എന്നുള്ള വാക്ക് വളരെ അൺഫെമിലിയർ ആയ ഒരു വാക്കാണ്. പക്ഷെ ആ ഒരു സിനിമയ്ക്ക് അത് ഇട്ടാലും ഓക്കെ ആണ്. കാരണം ആ പേരിലൂടെ ഇംപ്രസ്ഡ് ആയി ആൾക്കാരെ തിയേറ്ററിൽ വരുത്തേണ്ട ബാധ്യതയൊന്നും ഇല്ലാത്തൊരു സിനിമ. തിയേറ്റർ റിലീസ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള സിനിമയല്ല. അപ്പൊ അതിനു മുമ്പ് എൻ്റെ ഷോർട്ട് ഫിലിമിന് അങ്കുലി ജാലത് എന്നുള്ള പേരുണ്ട്. അത് കുറച്ച് കടിച്ചാൽ പൊട്ടാത്തതാണ് എന്ന് ഒരു പോപ്പുലർ ഇതുണ്ട്. അപ്പൊ അതിനുശേഷം ഞാനത് ശ്രദ്ധിക്കാറുമുണ്ട്. അങ്ങനെ ആവരുത്, കുറച്ചും കൂടെ ലൈറ്റ് ആക്സസിബിൾ ആയിരിക്കണം എന്നുള്ള. ഇത്തിരി നേരം ഇപ്പം വിശാഖ് പറഞ്ഞ പോലെ ഞങ്ങൾ ഇതിന് മുമ്പ് വർക്ക് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചൊരു സ്ക്രീൻ പ്ലേയുടെ ടൈറ്റിലായിരുന്നു മിണ്ടിയും പറഞ്ഞും എന്നുള്ളത്. അപ്പൊ ഇതിന് ഒരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നത് റോഷന്റെ ക്യാരക്ടർ ചെയ്യുന്ന ടോക്ക് ഷോയുടെ പേരും സിനിമയുടെ പേരും ഒന്നായിരിക്കണം എന്നുള്ളത്. അപ്പൊ മിണ്ടിയും പറഞ്ഞും ഒന്നായിരുന്നു ആദ്യം ആ ടോക്ക് ഷോയുടെ പേര്, ഒരു ചിറ്റാറ്റ് എന്നുള്ളൊരു സാധനം വരുന്ന രീതിയിൽ. അപ്പൊ അത് വേറൊരു സിനിമയ്ക്ക് രജിസ്റ്റർ ചെയ്തു എന്ന് ഞങ്ങൾ അറിഞ്ഞു. പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ആലോചനയിൽ നിന്ന് അതേപോലെ തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ കോൺവെർസേഷൻ എന്നുള്ളൊരു ഇത് വരുന്ന അതൊക്കെ ആലോചിച്ചാണ് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ സൗണ്ട് ഡിസൈനർ സന്ദീപിന്റെ വൈഫ് രമ്യയാണ് അത് ഈ ഇത്തിരി നേരം എന്ന് പറഞ്ഞത്. ഒരുപാട് കൺസിഡറേഷനിൽ ഇത്തിരി നേരം വരുന്നു. ഇത്തിരി നേരം പതുക്കെ ഞങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു. കാരണം ഈ ലൈറ്റ്നെസ് എന്ന് പറഞ്ഞൊരു സാധനം അതിനകത്തുണ്ട്. പിന്നെയാണ് ഈ പറഞ്ഞ ശ്രീത്ത് പറഞ്ഞ ഈ ആസ്പെക്ട്സ് ഒക്കെ വരുന്നത്. ഇപ്പൊ ഈ അഭിന ജാവോ ചോട്ക എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ അതാണ് പാട്ട്. കാരണം ആ ഒരു മൂഡ് നമുക്ക് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു കാര്യമാണ്. ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കുറച്ച് നേരം കൂടെ ഇരിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം പോകല്ലേ എന്നുള്ള മറ്റേത് പറയുന്നത് ആ ജാനകി സിദ്ധാക്കരോ എന്ന് പറയുന്നത് ആ ഒരു ഫീലിംഗ് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ആ ഒരു ഡിസൈനും കൂടെ ആയപ്പോഴത്തേക്കും ആ ഒരു പവിശങ്കർ സർക്കാസനം ചെയ്ത ആ ഒരു തോട്ട് മറ്റേ സ്പീച്ച് ബബിളിന്റെ കാര്യം കൂടെ ആകുമ്പോഴത്തേക്ക് ഈ കോൺവെർസേഷണൽ സിനിമ, ഈ ടോക്ക് ഷോ അതെല്ലാം കമ്മ്യൂണിക്കേറ്റഡ് ആയി. അപ്പൊ എല്ലാം കൂടെ ചേർന്ന് വന്നൊരു ബ്ലെൻഡാണ്. അങ്ങനെയാണ് ഇത്തിരി നേരത്തിലുള്ള ഈ സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതില് ഒരു നഗരവും അതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം, ലെയറുകളുള്ള ഒരു കഥാപാത്രമാണ് ഇതിന്റെ നഗരവും. അവര് മാറുന്നുണ്ട്, ആ നഗരവും മാറിയിട്ടുണ്ട്, അതിന്റെ സ്വഭാവവും മാറിയിട്ടുണ്ട്. ഈ വൈ തിരുവനന്തപുരം, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തിരുവനന്തപുരം ഒരു കൺസർവേറ്റീവ് സിറ്റി ആണെന്നുള്ളതാണ് എൻ്റെ പ്രധാന കാരണം. കാരണം ഇതിലെ പ്രധാന സംഭവം അതൊരു സംഭവമാവണമെങ്കിൽ, അതിലൊരു ഡ്രാമ വരണമെങ്കിൽ, അത് കുറേ മോറൽ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യണമെങ്കിൽ ഇതൊരു കൺസർവേറ്റീവ് സ്പേസിൽ നടന്നാൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു ന്യൂയോർക്ക് പോലൊരു നഗരത്തിലോ അല്ലെങ്കിൽ ബോംബെ പോലൊരു നഗരത്തിലോ അല്ലെങ്കിൽ ഇവിടെ ബാംഗ്ലൂർ പോലൊരു നഗരത്തിലോ ഈവൻ കൊച്ചി പോലൊരു നഗരത്തിലോ ഇത് അത്ര വലിയ വിഷയം ആയിരിക്കില്ല. അപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ അത് ഇതിൻ്റെ സ്റ്റേക്സിനെ ഒരുപാട് എലിവേറ്റ് ചെയ്യുന്നുണ്ട് ഈ പ്ലോട്ടിൻ്റെ. അതേസമയം ഇത് കുറേ ഇതിൻ്റെ മൊറാലിറ്റി ആണല്ലോ ഇതിലൊരു ഡ്രൈവിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം അതിനെ കുറച്ചുകൂടെ എന്താ പറയണ്ടേ പ്രൊനൗൺസ്ഡ് ആക്കുന്ന ഒരു സ്പേസ് ആണ് തിരുവനന്തപുരം എന്നുള്ളതാണ് തിരുവനന്തപുരത്തിൽ സെറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണം. പിന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തുകാരാണ്. അപ്പം അതെ, തിരുവനന്തപുരത്തിനുള്ള പല ഈ ക്യാരക്ടേഴ്സ് പറയുന്ന പല ഓർമ്മകളും ഞങ്ങൾക്കും ഉള്ള ഓർമ്മകളാണ്. താരം കോംപ്ലക്സ് അത് എന്നൊക്കെ ഉള്ള ഓരോ സാധനം എടുത്തു പറയുമ്പോൾ അത് അവിടെ ജീവിച്ച് ആ പരിപാടികളൊക്കെ ചെയ്ത ഒരാളുടെ മനസ്സിൽ നിന്ന് അങ്ങനെയുള്ള സാധനം വരുള്ളൂ. ആ മെമ്മറീസിൽ നിന്ന് വരുന്ന ഒരു സാധനമാണെന്ന് തോന്നി ആണ് അങ്ങനെ ചോദ്യം ചോദിച്ചത്. ഓരോ നഗരത്തിനും ഒരു ട്യൂൺ ഉണ്ടാവുമല്ലോ, ഒരു ഋതം ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ പാട്ട് വന്നപ്പോൾ നീയൊരിക്കൽ എന്ന് പറയുന്ന പാട്ട് വന്നപ്പോൾ അതിനൊരു എന്തോ ഒരു കോഴിക്കോടൻ ടച്ച് വരുന്നതായിട്ടുള്ള ഒരു ഫീല് വന്നിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെ ആ പാട്ട് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പാട്ട് ചൂസ് ചെയ്യുന്ന ആക്ച്വലി വളരെ വലിയൊരു കഥയാണ്. കാരണം എൻ്റെ ഫസ്റ്റ് റെഫറൻസ് ഇപ്പോൾ നമ്മൾ ആദ്യം രണ്ട് സന്ദർഭങ്ങൾ, നമ്മളിപ്പോൾ ലിഫ്റ്റിലുള്ള ഒരു സന്ദർഭം, പിന്നെ അവർ കാറിൽ പോകുമ്പോൾ അവർ സെറ്റിലായതിനു ശേഷം ഉള്ള ഒരു ഗസൽ പോലൊരു പാട്ട്, ഇത് രണ്ടുമായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന പാട്ടുകൾ. അത് പ്ലസ് ഈ ടൈറ്റിൽ സീക്വൻസ് വരുമ്പോൾ ഞാൻ സാധാരണ ടൈറ്റിൽ സീക്വൻസുകൾ ആദ്യം കാണിക്കാറുള്ളതല്ല. പക്ഷെ ഇതൊരു കൊമേഴ്സ്യൽ സിനിമ ആയതുകൊണ്ട് ഇതിൽ വർക്ക് ചെയ്ത ആൾക്കാർ അങ്ങനെ ഒരു റെക്കഗ്നീഷൻ കിട്ടണം എന്നൊക്കെയുള്ള ഒരു നിർബന്ധം കൊണ്ടാണ്. പിന്നെ നമുക്കൊരു സ്പേസും ഉണ്ടല്ലോ കൊമേഴ്സ്യൽ തിയേറ്റർ റിലീസ്, അതുകൊണ്ട് ടൈറ്റിൽ സീക്വൻസ് ആദ്യം ഒന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൽ വരുന്ന ഒരു പാട്ടായിരിക്കണം. അപ്പോൾ അതിൽ എൻ്റെ ഒരു റെഫറൻസ് പറഞ്ഞാൽ ഇൻസൈഡ് മാനിൽ ചയ ചയ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ആ പശ്ചാത്തലമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പാട്ട് കേൾക്കുന്നതിൽ ഒരു സർപ്രൈസ് ഉണ്ടല്ലോ. നമ്മളിരിക്കുമ്പോൾ ഇത് എവിടെ നിന്നാണോ കേൾക്കുന്നത്, വേറെ എവിടെന്നെങ്കിലും ആണോ കേൾക്കുന്നത്, ഒരു എഫക്റ്റ് ഉണ്ടാവും. ആ ഒരു എഫക്റ്റ് ആയിരുന്നു ആദ്യത്തെ തോട്ട്. അങ്ങനെ ഒരു പാട്ടായിരിക്കണം, ഈ പരിസരങ്ങളിൽ നിന്ന് ക്ലിയർലി മാറി നിൽക്കുന്ന ഒരു പാട്ടായിരിക്കണം എന്നുള്ളത് ആദ്യത്തെ തോട്ട്. പിന്നെ ആ തോട്ട് വളർന്നിട്ട് മാറി നിൽക്കുമ്പം പോലും ഈ സിനിമയുടെ എസെൻസ് എന്താണ് എന്ന് കാണിക്കുന്ന ഒരു പാട്ടായിരിക്കണം. അപ്പോൾ അതൊരു പ്രണയഗാനമായിരിക്കണം. ഈ കോൺട്രാസ്റ്റ് ശരിക്കും വേണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു കണ്ടമാനം 10 കൂടുതൽ ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വേരിയസ് ജോണേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ട്യൂണിലേക്ക് വരുന്നത്. പിന്നെ ആ ട്യൂണിനനുസരിച്ച് പിന്നെ വരികൾ വന്നപ്പോൾ അത് കറക്റ്റ്ലി ഈ സിനിമ എന്താണ്, ആദർശമായ ഒരു വലയിൽ പ്രണയികൾക്ക് ഒരുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു വരിയിൽ ഈ സിനിമ. അപ്പം അത് വരുന്ന ഒരു പാട്ടും കൂടെ, അത് ബേസിൽ എന്ന് പറഞ്ഞ ഒരാൾ തന്നെ അതിൻ്റെ മ്യൂസിക്കും ലിറിക്സും എഴുതുമ്പോൾ വരുന്ന ഒരു മാജിക്കാണ്. അപ്പോൾ അത്
പിന്നെ എടുത്തു വെക്കേണ്ട പാട്ട് ജോലികളാണ്. ശ്രദ്ധിച്ചൊരു സാധനം വെച്ചാൽ ഈ പടത്തിലും ഒരുപാട് തവണ ഈ രണ്ട് കഥാപാത്രങ്ങളും പറയുന്ന കാര്യമാണ് മിസ് ചെയ്തിരുന്നോ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ ആ ചോദ്യം സത്യം പറഞ്ഞാൽ ഈ റോഷനെ ആദ്യമായിട്ട് കാണിക്കുന്ന, അനീഷിനെ കാണിക്കുന്ന ആ മൊമെന്റിലും ഈ പാട്ടിലും വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉം. മിസ് ചെയ്യുന്നുണ്ട്. അയാളുടെ ഒരു ഉം. ദൈനംദിന ജീവിതത്തിൽ വളരെ ഈ കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു ബന്ധമില്ലാത്തൊരു പാട്ടല്ലാതാകുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു. അതെ അതെ. അതിനകത്ത് അങ്ങനെ ഒരു എലമെന്റ് കൂടെ ഉണ്ട്. ഇത് പ്ലേസ് ചെയ്തത് ആ ടൈറ്റിൽ തന്നെ പ്ലേസ് ചെയ്യാനുള്ള തീരുമാനം എന്തായിരുന്നു? അത് ഞാൻ പറഞ്ഞില്ല, അവിടുന്ന് തന്നെയാണ് അത് തുടങ്ങുന്നത്. ആ ടൈറ്റിലിൽ ഇതുപോലൊരു സംഭവം വേണം, അത് കേൾക്കുമ്പം ഇത് ഇവിടുന്ന് തന്നെയാണോ കേൾക്കുന്നത്, അത് എൻ്റെ ഫോൺ അടിക്കുകയാണോ എന്ന് തോന്നൽ വേണം എന്നുള്ളതിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ അത് ഇപ്പം അത് പലരെയും അവിടെ നിന്നാണ് അവർ സിനിമയിലേക്ക് ഇന്നാവുന്നത്. ആ ഹാർമോണിയം വരുമ്പോഴാണ് ഇന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണ്, നമ്മുടെ തീരുമാനം ശരിയായിരുന്നല്ലോ എന്നുള്ളത്. അത് അങ്ങനെ തന്നെയായിരുന്നു. അതിൻ്റെ ഡിസൈൻ വിഷ്വൽസിൽ നിന്നാണ് വരുന്നത്. വിഷ്വൽസിൽ നിന്നാണ്, ഐ മീൻ ആ ടൈറ്റിലിൽ ഈ ഒരു പാട്ടെന്നുള്ള ഐഡിയ നിന്നാണ് വരുന്നത്. പിന്നെ ഫ്രാൻസിസ് എഡിറ്ററിൻ്റെ കയ്യിലാണത്. അത് ആ ഋതത്തിനനുസരിച്ച് പോകുന്നതുകൊണ്ടാണ് അത് അതിൻ്റെ കൂടെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്നത്. ആ ഒരു ബന്ധം ഇല്ലെങ്കിൽ ഒരു ബന്ധം തോന്നുന്നതൊക്കെ ആ എഡിറ്റിങ്ങിൻ്റെ ഭംഗി കൊണ്ടാണ്. സംഭാഷണങ്ങളാണ് ഈ സിനിമയെ മുഴുവൻ കൊണ്ടുവന്നത്. അപ്പൊ നമ്മള് റോഷന്റെ കഥാപാത്രം എന്താണ് അവിടെ നടക്കുന്നത്, അയാളുടെ ഭൂതകാലം എന്താണ്, അയാൾ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യവും, അവരുടെ ഇന്നർ ഫീലിങ്സ് വരെ പലപ്പോഴും സംഭാഷണങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവണമെങ്കിലും ഇപ്പൊ ഫസ്റ്റ് ഹാഫിന്റെ, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ്, ആ ഇൻസൈഡിങ് ഇൻസിഡന്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗത്ത് സംഭാഷണത്തിനിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവണമെങ്കിൽ അത് ആ ഡയലോഗ് റൈറ്റിംഗിൽ വേണം അത് കൊണ്ടുവരാൻ. അവർക്കിടയിൽ സംസാരിക്കുന്ന കാര്യങ്ങളിൽ വേണം അത് കൊണ്ടുവരാൻ. അതങ്ങനായിരുന്നു അതിന്റെ ഒരു റൈറ്റിംഗ് പാറ്റേണും രീതിയൊക്കെ? ഇത് പൊതുവെ അതിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രങ്ങൾ ആരാണെന്നൊരു ധാരണ ആദ്യമേ നമ്മൾ ഡിസ്കഷനിലൂടെ ഉണ്ടാക്കി, അതിനുശേഷമാണ് എഴുതി തുടങ്ങുന്നത്. അപ്പോൾ എഴുതി തുടങ്ങുമ്പോൾ ഇവരെ കുറിച്ചൊരു ഏകദേശ ധാരണയുണ്ട്. പക്ഷെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് എന്താണെന്നോ അല്ലെങ്കിൽ ഇവർ എത്തരത്തിലുള്ള മനുഷ്യരാണെന്നോ ഇവരുടെ വാല്യൂ സിസ്റ്റം എന്താണെന്നോ ഒന്നും എനിക്കും വലിയ തിട്ടമില്ല. അത് എഴുത്ത് പുരോഗമിക്കുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് അത് ഞാനും ഡിസ്കവർ ചെയ്യുന്നത്. ഇതിനൊരു ബേസിക്, ഇത്തരത്തിലുള്ള കോൺവെർസേഷൻസിന് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാവും. അതായത് ഇൻറ്റിമസിയുടെ പല ലെയേഴ്സ് എന്ന് പറയുമല്ലോ. അപ്പോൾ ആദ്യം കാണുമ്പോൾ നമ്മൾ ചോദിക്കും ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖമാണോ, അല്ലെങ്കിൽ പഴയ ആൾക്കാരായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടോ, അങ്ങനെയുള്ള നമുക്ക് അറിയാൻ താല്പര്യമില്ലാത്ത എന്നാൽ റിച്വൽസിന്റെ ഭാഗമായി റിച്വൽസിന്റെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ കുടുംബകാര്യങ്ങൾ, വീട്ടുകാര്യങ്ങൾ, ജോലിക്കാര്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ പേഴ്സണൽ സ്പേസിലേക്ക് കുറേശ്ശെ കോൺവെർസേഷൻ നീളുകയും ആ സമയത്തായിരിക്കും പൊതുവെ കോൺഫ്ലിക്റ്റുകൾ പുറത്തു വരുന്നത്. നമുക്ക് എന്തെങ്കിലും റിസെൻമെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ പഴയ പരിചയം വെച്ചിട്ടും അനുഭവങ്ങൾ വെച്ചിട്ടും ഈ വ്യക്തിയോട് എന്തെങ്കിലും റിസെൻമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും ചിലപ്പോൾ പൊങ്ങി വരുന്നത്. അപ്പം അങ്ങനെ ഒരു ബേസിക് കോൺവെർസേഷൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഓരോ ലെയറിലും ഇവരെന്തൊക്കെ ആയിരിക്കണം സ്പെസിഫിക്കലി പറയേണ്ടത് എന്നുള്ളത് അത് എഴുതുന്ന മൊമെന്റിൽ വരുന്നതാണ്, അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ ക്യാരക്ടർ ഫുള്ളി ഫോംഡ് ആയാൽ മാത്രമല്ലേ നമുക്ക് ആ ഇയാൾ ഇങ്ങനല്ലേ പറയൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇയാളിപ്പോൾ എന്തായിരിക്കും പറയുന്നത് എന്ന ചോദ്യമാണ് നമ്മളെ ക്യാരക്ടറിനെ ഡിസ്കവർ ചെയ്യുന്നതിലേക്ക് നയിക്കുന്നത്. ആ പ്രോസസ് അങ്ങനെയായിരുന്നു, ക്യാരക്ടർ ഡയലോഗ്സ് വഴി ഉണ്ടായി വരിക എന്നുള്ളത്. അതെ, അതിപ്പോൾ ഇതാണ് മൊമെന്റ്. ഇപ്പോൾ ബാറിൽ കയറി ഇരുന്നു, ഇയാൾ ആദ്യം എന്തായിരിക്കും പറയുക? അപ്പം ആദ്യം എന്തായിരിക്കും പറയുക എന്ന ചോദ്യത്തിന് ഉത്തരം വേണമെങ്കിൽ ഇയാൾ ആരാന്ന് മനസ്സിലാക്കണം. അപ്പം ഒരു ലെവൽ ഓഫ് മനസ്സിലാക്കൽ ആ ഒരു ചോദ്യത്തിൽ തന്നെ നടക്കും. അപ്പോൾ ആ ഒരു വരി എഴുതണമെങ്കിൽ ചിലപ്പോൾ കുറേ സമയം എടുക്കും, ചിലപ്പോൾ ദിവസങ്ങളെടുക്കും. അപ്പോൾ ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ക്യാരക്ടറിനെ കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. എന്നിട്ട് അടുത്തൊരു മൊമെന്റ് വരുമ്പോൾ ഇയാൾ എന്തായിരിക്കും പറയുക എന്നുള്ള ചോദ്യം വരുമ്പോൾ ഇങ്ങനെ ഓരോ മൊമെന്റിലും നമ്മൾ ഉള്ളിലേക്ക് പോവുകയും ഈ ക്യാരക്ടറിനെ നമ്മുടെ ഉള്ളിൽ കണ്ടുപിടിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റിന്റെ സമയത്ത് ഈ ബാക്ക് ആൻഡ് ഫോർത്ത് പോയിക്കൊണ്ടിരിക്കും. ക്യാരക്ടർ ഡയലോഗിനെ ഇൻഫോം ചെയ്യുന്നു, സിറ്റുവേഷൻ ക്യാരക്ടറിനെ ഇൻഫോം ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഈ ക്യാരക്ടർ ഇങ്ങനെ ആവാമോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആവുമ്പോഴാണ് ഇതെല്ലാം ഒന്ന് ഈവൻ ഔട്ട് ആവുന്നത്, ഈ ഒരു പരുവത്തിലേക്ക് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തിരിച്ചു പോയിട്ട് തീംസ് കൊണ്ടുവരിക, അങ്ങനത്തെ പരിപാടികളൊക്കെ പിന്നെയും നടന്നിട്ടുണ്ട്. ഈ ബാർലെ സീൻ പറഞ്ഞുകൊണ്ടാണ് ഈ അതിന്റെ ഒരു പാറ്റേൺ, ആ ഡയലോഗ്സിന്റെ പാറ്റേൺ ഭയങ്കര രസകരമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ആദ്യം പറഞ്ഞു വെക്കുന്ന ഒരു സാധനത്തിന് ഉത്തരം വരിക, ഒന്ന് രണ്ട് ഇപ്പം ഈ ആരോൺ സോർക്കിന്റെ ഒക്കെ ഒരു ഡയലോഗ് എഴുതുന്ന ഒരു സാധനമല്ലോ, ഫുൾ ഒരു വലിയ സാധനം കാണും, ഒരു പേജ് മുഴുവൻ ഡയലോഗ് ആയിരിക്കും. പക്ഷെ ഒരാളുടെ ഒരു സാധനത്തിന്റെ മറുപടി വേറൊരു ഭാഗത്തിന്റെ ചേർന്നിട്ടായിരിക്കും വരിക. അത് ശരിക്കും എനിക്ക് അതിലും ഫീൽ ചെയ്തായിരുന്നു, ആ പാറ്റേൺ, ആ സ്റ്റൈല് ഫീൽ ചെയ്തിരുന്നു. അതങ്ങനെ എന്തെങ്കിലും റെഫറൻസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, റൈറ്റിങ്ങിൽ ഞാൻ ഒരു റെഫറൻസും പിടിക്കാറില്ല.
അത് റൈറ്റിംഗ് ഒരു വളരെ ഇന്റേണൽ പ്രോസസ്സാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഫിൽം മേക്കിംഗ് എന്ന് വെച്ചാൽ ഇതിനെ വിഷ്വലൈസ് ചെയ്യുക, അത് അത്രത്തോളം ഇന്റേണൽ പ്രോസസ്സ് അല്ല. അത് നമുക്ക് ഒരുപാട് ഈ റെഫറൻസുകളും എങ്ങനെയാണ് ഷോട്ട് ഡിവൈഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു സെൻസ് ഉണ്ടാകുന്നത് ഈ റെഫറൻസുകളിലൂടെയാണ്. അതൊരു ഇൻസ്റ്റിങ്ക്റ്റായി മാറണം, പക്ഷെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ റെഫറൻസുകളിലൂടെയാണ്. പക്ഷെ എനിക്ക് റൈറ്റിങ്ങിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് ഫോം ചെയ്യുന്നത് റെഫറൻസുകളിലൂടെ അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലും ഇങ്ങനെ ഒരാളുണ്ടെന്നും നമ്മുടെ ഉള്ളിലും ഈ ഒരു അവസ്ഥ എപ്പോഴൊക്കെയോ ഉണ്ടായിട്ടുണ്ടെന്നും ഒക്കെയുള്ള തിരിച്ചറിയുന്ന ഒരു പ്രോസസ്സാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് റെഫറൻസ് ഞാൻ കോൺഷ്യസ്ലി പിടിക്കാറില്ല, ഞാൻ കഴിയുന്നതും ഉള്ളിൽ നിന്ന് പിടിക്കാനാണ് ശ്രമിക്കുക. ഈ ഡയറക്ഷനിലൊക്കെ വരുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും സിനിമയുടെ എനിക്ക് തോന്നുന്നു കുറച്ച് വ്യത്യാസമുണ്ട്. എൻ്റെ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ എന്താ പറയുക സം ഓഫ് എവറിത്തിങ് ദാറ്റ് ഹാസ് ഹാപ്പൻ ബിഫോർ മീ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് ഇന്റേണലായിട്ട് ഇപ്പോൾ ഇന്റേണലൈസ് ആയിട്ടുള്ള കാര്യങ്ങളും പല പല സോഴ്സുകളിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ സോർക്കിൻ്റെ സ്റ്റൈലും ഒക്കെ ബോധപൂർവം ഇതിനു വേണ്ടിയിട്ടിരുന്ന് റെഫറൻസ് ചെയ്യുന്നത് വേറെ വന്നിട്ടുണ്ട്, ടെക്നിക്കൽ രീതിയിൽ വന്നത്. ഇപ്പം എങ്ങനെയാണ് ഈ രണ്ട് പേര് ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്ന കോൺവെർസേഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്, അതെങ്ങനെ ചെയ്യാം എന്നൊക്കെ അതിനകത്ത് നമ്മൾ പിന്നെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലൊക്കെ നമ്മളുടെ റെഫറൻസുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം ഒപ്പം ഈ പറഞ്ഞ ഒരു എന്താണ് ഒരു 10-35 വർഷമായിട്ട് ഒരു ഫിലിം മേക്കർ ആവണം എന്നുള്ള ഒരു കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ഡിസിഷനോടെ ലോകത്തെ കണ്ടതിൻ്റെയും പലതരത്തിലുള്ള സാഹിത്യമാവട്ടെ കലയാകട്ടെ കൺസ്യൂം ചെയ്തതിൻ്റെ ഒക്കെ ഒരു എഫക്റ്റാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്നതാണ്. എനിക്ക് എൻ്റെ സ്വന്തം എന്ന് പറയാവുന്ന ഞാൻ വളരെ കുറവേ ക്ലെയിം ചെയ്യുന്നുള്ളൂ. പലതും കണക്ട് ചെയ്ത് പുതിയൊരു സാധനം ഉണ്ടാക്കുക. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ നീ ഒരിക്കൽ പാട്ട് പ്ലേസ് ചെയ്ത കാര്യം പറഞ്ഞ പോലെ അത് ഓപ്പൺലി മറ്റേ ഐഡിയ എന്നാണ്. പക്ഷെ ആ ഐഡിയ നിന്ന് എനിക്ക് ഒരു പടിയും കൂടെ മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ജയ ഇൻസൈഡ് മാനിൽ വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ അതിൻ്റെ തീം കാണിക്കുന്ന ഒരു സാധനം അവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാ കലയും അങ്ങനെ തന്നെയാണ്, ഒരു നേരത്തെ ചെയ്തതിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് വരുന്നത്. അല്ലാതെ ഒരു എന്താണ് ഞാൻ ആക്ച്വലി ഇത് ചെയ്യുന്നില്ല. പക്ഷേ ഈ റൈറ്റിംഗ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. അല്ല, ഇതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ആക്ച്വലി നമ്മുടെ സൗന്ദര്യബോധത്തെ ഷേപ്പ് ചെയ്യുന്നത് നമ്മൾ കൺസ്യൂം ചെയ്ത കല തന്നെയാണ്. അത് ജീവിതമായിരിക്കില്ല ഈ സൗന്ദര്യബോധത്തെ ഷേപ്പ് ചെയ്യുന്നത്. ജീവിതവും ഷേപ്പ് ചെയ്യാം, പക്ഷെ നമ്മൾ കൺസ്യൂം ചെയ്ത് വളർന്നിട്ടുള്ള കല സൗന്ദര്യബോധത്തിനെ വളരെ ഭയങ്കരമായി സ്വാധീനിക്കും. അത് നമുക്ക് അപ്പീൽ ചെയ്തത് ഈ സിനിമയിലെ എസ്തറ്റിക്സ് മാത്രമല്ലോ, പൊളിറ്റിക്സും അതിനെ സ്വാധീനിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മൾ കണ്ട് വളർന്ന സാധനത്തിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു രീതിയും ഉണ്ടാവില്ലേ എഴുത്തിലൊക്കെ? തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇതൊന്നും റൈറ്റിംഗിൽ ഒരു കോൺഷ്യസ് പ്രോസസ് ആയിട്ട് വരരുത് എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതിൻ്റെ ഫണ്ടമെന്റലി റൈറ്റിങ്ങോ അല്ലെങ്കിൽ ഏതൊരു ക്രിയേറ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞാലും അതിൻ്റെ ഫണ്ടമെന്റലി അതൊരു സത്യാന്വേഷണവും അതേസമയം ഒരു സൗന്ദര്യ സങ്കല്പത്തിലേക്ക് എത്താനുള്ള ശ്രമവും കൂടിയാണ്. ഇത് രണ്ടുമാണ്. ട്രൂത്തും ബ്യൂട്ടിയാണ് ഇത് എല്ലാ ക്രിയേറ്റീവ് പെർസ്യൂട്ട്സിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രൂത്ത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് പോയേ കണ്ടെത്താൻ പറ്റൂ. അത് നമ്മൾ മറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലാൽ ഷേപ്പ് ചെയ്യപ്പെടാൻ പാടില്ല. പക്ഷെ സൗന്ദര്യബോധം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ്. അതും സബ് ആയിരിക്കണം. ഇതിലൊന്നും എനിക്കൊന്ന് ഒരു നമ്മൾ ഇന്ന കാര്യം ഇങ്ങനെ ഇത് ഫണ്ണി ആയിരിക്കണം, ഇവിടെ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ളൊരു സാധനം ഇടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം പലരും എനിക്ക് ചിലപ്പോൾ സർപ്രൈസിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ സ്ത്രീ കഥാപാത്രം ഇത്രയും ഡീറ്റെയിൽഡ് ആയതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്ത്രീ കഥാപാത്രത്തിനെ പർട്ടിക്കുലർലി ഡീറ്റെയിൽ ആക്കണം അല്ലെങ്കിൽ ബോൾഡ് ആക്കണം എന്ന് വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ ക്യാരക്ടേഴ്സിനും നമ്മൾ ഒരേ തരത്തിലുള്ള അവരുടെ ഡീറ്റെയിലിങ്ങും അവരോടുള്ള നമ്മളുടെ എമ്പതിയും എല്ലാം ഒരേ ഇതിൽ തന്നെ. അതിപ്പം അനീഷ് ആയാലും അഞ്ജന ആയാലും ചഞ്ചലായാലും ജിയോ ചെയ്യുന്ന ഓട്ടോഗ്രാഫ് സനലായാലും അങ്ങനെ തന്നെയാണ് നമ്മളെ അപ്രോച്ച്. അപ്പോൾ അത് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്യണമെന്നോ ഈ ക്യാരക്ടർ ബോൾഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്നോ അങ്ങനെ ഇരുന്നാൽ അത് മുഴച്ചു നിൽക്കുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇല്ലാതെ നമ്മുടെ ജനറൽ വേൾഡ് വ്യൂ മനുഷ്യരോടുള്ള നമ്മുടെ സമീപനമൊക്കെ അതിനകത്ത് വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കോൺഷ്യസ് ആയിട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഇതൊരു മെയിൻ സ്ട്രീം ഓഡിയൻസിന് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ട് ഇത് ആൾക്കാർ രസിപ്പിക്കുന്ന സിനിമ ആയിരിക്കണം എന്നുള്ളത് അതിന്റെ ധർമ്മമാണ്. അപ്പം നമ്മളൊരു മെയിൻ സ്ട്രീം സിനിമ ചെയ്യുമ്പോൾ ആൾക്കാരെ രസിപ്പിക്കുക എന്നുള്ളതാണ്. അതെ, മറ്റെന്തൊക്കെ നമ്മൾ പറഞ്ഞാലും അതൊരു കോൺഷ്യസ് ചോയ്സ് ആയിരുന്നു ആദ്യം മുതൽ തന്നെ. പിന്നെ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ മെയിൻ സ്ട്രീം സെൻസിബിലിറ്റിയിൽ ഒതുങ്ങാത്ത അല്ലെങ്കിൽ അതിന് ചെടിക്കുന്ന ചില സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക സംസാരത്തിലൊക്കെ. അതായത് താത്വികമായ കാര്യങ്ങളോ അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യലിസമോ അങ്ങനെയൊക്കെ നമ്മൾ പല ബിഫോർ സീരീസ് പോലുള്ള സിനിമകളിലൊക്കെ കാണുന്ന ഒരുപാട് അത്തരത്തിലുള്ള ബുദ്ധിജീവി ഡയലോഗുകൾ എന്ന് പറയാവുന്ന ഡയലോഗുകൾ, അത്തരത്തിലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളൊരു കോൺഷ്യസ്
തീരുമാനം ഈ ഉണ്ടായിരുന്നു. ഒരു മെയിൻ സ്ട്രീം ആണ് എന്നുള്ളൊരു ബോധം ആദ്യമേ ഉണ്ടായതുകൊണ്ടാണ്. ഈ മൂഡിലോട്ട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഈ മൈത്രേനിൽ തുടങ്ങാം എന്ന് തീരുമാനിച്ചെന്താണ്? ഞാൻ ആദ്യത്തെ സ്ക്രിപ്റ്റിൽ draftiൽ തന്നെ സ്ക്രിപ്റ്റിൽ ഞാൻ ആദ്യം എഴുതിയിരുന്നത് മനീഷ് മൈത്രേനെ പോലെ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ പ്രശാന്തിന്റെ അടുത്ത് ചോദിച്ചു, മൈത്രേനെ പോലെ ഒരാൾ മൈത്രേൻ തന്നെ ആയാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. മൈത്രേൻ വലിയ സന്തോഷമേ ഉള്ളൂ. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഇത് പ്ലേസ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് സെറ്റിങ്ങിന് വേണ്ടിയാണ് ആ ഒരു പോഡ്കാസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഈ ചോദ്യങ്ങൾ പിന്നെയും ഉയർന്നു വരുന്നുണ്ട് സിനിമയിൽ. മൈത്രേന് ഇത് പറഞ്ഞപ്പോ എന്താണ്? മൈത്രേൻ ആക്ച്വലി എനിക്ക് മൈത്രേനെ കിട്ടും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് ജിയോയും മൈത്രേനുമായിട്ടുള്ളൊരു സൗഹൃദവും ജിയോയെ മൈത്രേൻ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അറിവും വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇതെല്ലാം പ്ലാൻ ചെയ്തെങ്കിലും ഷൂട്ടിന് ഒരു 2-3 ആഴ്ച മുമ്പാണ് ആദ്യമായിട്ട് ജിയോ അടുത്തൊന്ന് ചോദിപ്പിക്കുന്നത് മൈത്രേനെ പറ്റുമെന്ന്. അപ്പോൾ മൈത്രേൻ പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കുമ്പം മൈത്രേൻ പറഞ്ഞാൽ എനിക്ക് കാണാതെ പഠിച്ചൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ എൻ്റെത് പറയും, നിങ്ങൾ ഷൂട്ട് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു അത് മതി. അതുപോലെ തന്നെ ഈ പിന്നെ ഒരു റെഫറൻസ് വരുന്നുണ്ടല്ലോ, ഈ ചഞ്ചലിന്റെ ക്യാരക്ടർ വരുന്നുണ്ടല്ലോ, അതാണ് ആക്ച്വലി ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വൈകുന്നേരം നിൽക്കുമ്പോൾ സെറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരേക്ക് ഞാൻ മൈത്രേനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 2 കീവേഡ്സ് വേണം, അത് നമ്മൾ പിന്നെ മറ്റേ സീൻ ഷൂട്ട് ചെയ്യുമ്പം അത് മൈത്രേൻ പറയണം, അതെന്തൊക്കെയായിരിക്കും. അപ്പം മറ്റേ ജയിൽ വാർഡൻ ആണെന്നുള്ളതും മറ്റേ സാമൂഹ്യ വിരുദ്ധമാണെന്നും ഈ 2 കീവേഡ് പറഞ്ഞു. അപ്പോൾ അത് ആനന്ദിനെ കൊണ്ട് പറയിപ്പിച്ചു. പിന്നെ നമ്മൾ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പം ഇതുപോലെ ഒരു മൈത്രേനോട് ഒരു ചെറിയൊരു പ്രോബായിട്ടൊരു ചോദ്യം ചോദിക്കുന്നു, മൈത്രേൻ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഈയിടയ്ക്ക് ആ ഫോട്ടോ കണ്ടു, ഞാനും വിശാഖും എൻ്റെ അസിസ്റ്റൻറ്റും നിരഞ്ജനും കൂടി ഇരുന്നിട്ട് ഇതിൽ നിന്ന് എന്ത് യൂസബിൾ പോർഷൻ എടുക്കാം എന്നുള്ളത് നമുക്ക് കിട്ടിയോ എന്നുള്ളത് തീരുമാനിക്കുന്നു. പിന്നെ അതിനനുസരിച്ചുള്ള ചോദ്യം റോഷൻ ചോദിക്കുന്നു. അങ്ങനെയുള്ള ഒരു പരിപാടിയായിരുന്നു, എൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അല്ല, മറ്റ് കാസ്റ്റിലേക്ക് വരുമ്പോഴോ? കാരണം ഇത് ഒരു ഘട്ടം കഴിയുമ്പോൾ 4 പേരാണ് ഈ സിനിമയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു തീരുമാനം എടുത്തത്? അവരിൽ നിന്നുള്ള കാസ്റ്റിംഗ് റോഷൻ ആദ്യത്തെ തീരുമാനം തന്നെയായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തത് റോഷനെ മാത്രമാണ്. റോഷൻ ഇന്നാവുന്നു. പിന്നെ രണ്ടാമത് എനിക്കൊന്ന് ആനന്ദാണെന്ന് തോന്നുന്നു. വേറൊരു ഓപ്ഷനും കൂടെ അതിന് മുമ്പ് നോക്കിയിരുന്നു, ആനന്ദ് വരുന്നു. ആനന്ദും പെർഫെക്റ്റ് ആണ് ഈ കാര്യം കൊണ്ട്, ഈ ക്യാരക്ടറിന് കുറച്ച് പൗരുഷം കൂടുതലാണെന്നുള്ളത്. പൗരുഷം അല്ല, എനിക്ക് ഹൈറ്റ് ആയിരുന്നു, എനിക്ക് ആനന്ദിന്റെ ഹൈറ്റ് ആയിരുന്നു ഒരു പ്രശ്നം. ആനന്ദ് 6 അടിയുള്ള ഒരാള് ഈ പറഞ്ഞൊരു കുറച്ച് വിധേയനായിട്ടൊക്കെ നിൽക്കും, ഒരു മേജർ പോർഷൻ വിധേയനായിട്ടാണല്ലോ നിൽക്കുന്നത്, ഒരു സന്ദർഭത്തിൽ മാത്രമാണ് തിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു ഫിസിക്കലി ഒരു ഇതുണ്ടാവും. അപ്പോൾ അത് ഇല്ല, ആനന്ദിന് ആ ശരീരം എങ്ങനെ ഒതുക്കി വെക്കണം എന്ന് അറിയാം. അപ്പോൾ അത് ക്ലിയർ ആയതോടെ ആനന്ദ് പിന്നായി. പിന്നെ കുറച്ച് ഓപ്ഷൻസ് കഴിഞ്ഞിട്ടായിരുന്നു സെറിൻ്റെ ക്യാരക്ടറിലേക്ക് എത്തുന്നത്. അഞ്ജന ഇതുപോലെ കുറച്ച് എനിക്ക് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു, കുറച്ചൊരു സോഫിസ്റ്റിക്കേഷൻ വേണം എന്നുള്ളൊരു സാധനം. അത് നമ്മൾ നോക്കുമ്പോൾ അത് ശരിയാവുന്നില്ലായിരുന്നു. നമ്മൾ സംസാരിച്ച പലർക്കും ഈ ക്യാരക്ടർ കിട്ടുന്നില്ല എന്നൊരു സാധനമുണ്ട്. അങ്ങനെ വന്ന് പിന്നെ ഞാൻ ആട്ടത്തിൻ്റെ ഒരു ഇൻഡസ്ട്രി പ്രിവ്യൂ കാണുന്നു. അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുക, ഈവൻ ദോ ഈ 2 ക്യാരക്ടേഴ്സ് തമ്മിൽ പ്രകടമായിട്ടൊരു സാമ്യവും ഇല്ല, എന്നാൽ പോലും ഈ ആക്ട്രസിന് അത് പറ്റും എന്നൊരു തോന്നലുണ്ടാവുന്നു. അങ്ങനെ സെറിനെ അപ്രോച്ച് ചെയ്യുന്നു. നന്ദുചേട്ടൻ ഇതുപോലെ ഒരു ഓപ്ഷൻ ശക്തമായിട്ടുണ്ടായിരുന്നു. അത് അവസാന നിമിഷം ആക്ടർ അവൈലബിൾ അല്ലാതെ വന്നപ്പോൾ പിന്നെ ആര് എന്നുള്ളപ്പം നന്ദുചേട്ടനായിരുന്നു ഫസ്റ്റ് വന്നത്. നന്ദുചേട്ടന് ഞാൻ ഈ കഥ നാരേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നന്ദുചേട്ടൻ ഇന്നായി. ഈ പറയുന്ന റെമ്യൂണറേഷനും ഒക്കെ ഇവരെല്ലാം കോംപ്രമൈസ് ചെയ്യുക. അത് ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു ശക്തി കണ്ടാണ്, എന്തായാലും എന്നെ കണ്ടിട്ടല്ല, അപ്പോൾ ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു ശക്തി കണ്ടിട്ട് തന്നെയാണ്. അപ്പം ഒരു സ്റ്റേച്ചറോ എൻ്റെ ഒരു സ്റ്റേച്ചറോ ഒന്നും നോക്കാതെ പിന്നെ എനിക്ക് തോന്നുന്നു ജിയോയുടെ ഒരു ഇത് കാണും. അപ്പം അതെല്ലാം കൊണ്ട് അവർ ഇന്നാവുമായിരുന്നു. ഇതിൽ ഡയലോഗുകൾ ഒരുപാടുണ്ടെങ്കിലും സെറിൻ്റെ കഥാപാത്രം ഒരുപാട് കാര്യം എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു സൈലൻസ് ഉണ്ട് അതിനിടയിൽ. ആ സൈലൻസ് ത്രൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ ആക്ട്രസ് അത് പെർഫോം ചെയ്തപ്പോൾ അങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു, അത് സ്വന്തമായിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുത്തിരുന്നു ആ കഥാപാത്രത്തിന്? പലതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഒന്ന് ഈ സ്ക്രിപ്റ്റ് തന്നെയാണ്, സ്ക്രിപ്റ്റിൽ ഈ പറയുന്ന മൗനങ്ങളും കൂടെ സൈലൻസുകളും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ ഇമാജിൻ ചെയ്തതിനേക്കാൾ ഒരുപാട് ഇമോഷണൽ ഡെപ്തിലാണിത് ചെയ്തിരിക്കുന്നത്. ഞാൻ എഴുതുമ്പോൾ അഞ്ജന ഏകദേശം അനീഷിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. പിന്നെ തിരിച്ച് കണ്ടുമുട്ടിയതിന് ശേഷം സംഭാഷണങ്ങൾക്ക് ഇടയിൽ എവിടെയോ ആണ് വീണ്ടും കൊരുക്കുന്നത് എന്നൊക്കെയുള്ളൊരു ധാരണയിലാണ് ഞാൻ എഴുതിയിരുന്നത്. ഡിഡ് യു മിസ് മീ എന്നൊക്കെ ആദ്യമായി ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ കാഷ്വലായിട്ട് ചോദിക്കുകയും അനീഷ് ഭയങ്കര ഇമോഷണലായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് ഞാൻ ഇമാജിൻ. പക്ഷെ സെറിൻ വേറൊരു രീതിയിലാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തത്. വരുമ്പോഴേ ഒരു ലോങ്ങിങ്ങോട് കൂടിയാണ് ആ ചോദിക്കുന്നത്, ഡിഡ് യു മിസ് മീ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ സിനിമയ്ക്ക്. അപ്പം സെറിൻ്റെ തന്നെയായ കുറേ ഇൻ്റർപ്രിട്ടേഷനും
എന്താണ് പറയേണ്ടത്, ഒരു കഥാപാത്രത്തെ മനസ്സിലാക്കലും ഒക്കെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഈ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ കാലയളവിൽ വളരെ ലോങ് കോൺവെർസേഷൻസ് ഓവർ. ഇപ്പം ഞങ്ങൾ സെറ്റിൽ വരുമ്പോഴാണ് കാണുന്നത്, പക്ഷേ ഈ ഗൂഗിൾ മീറ്റിലൂടെയൊക്കെ ഞങ്ങളെല്ലാവരുമായിട്ട്, ഇപ്പം ഞാനും വിശാഖും ഈ പറയുന്ന ആക്ടേഴ്സുമായിട്ടൊക്കെ വളരെ ലോങ് കോൺവെർസേഷൻ. അത് നോട്ട് നെസസറിലി ഈ സിനിമയോ ക്യാരക്ടേഴ്സിനെ പറ്റിയല്ല, പൊതുവേ ജീവിതത്തിനെ പറ്റി, നമ്മൾ റിലേഷൻസിനെ എങ്ങനെയാണ് കാണുന്നത്, അതിനെപ്പറ്റിയൊക്കെയുള്ള കുറേ ഇതുകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇവർ കാര്യങ്ങൾ പിക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് തോന്നുന്നു, അവരുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ. അപ്പം എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ഒരു പ്ലേ അവിടെ കൊടുക്കുന്നുണ്ട്, ഈ ആക്ടറിന് കൊണ്ടുവരാനുള്ള ഒരു സാധനം, ഈ ക്യാരക്ടേഴ്സിന് കൊണ്ടുവരുന്ന സാധനം. അപ്പം ഈ വിശാഖ് പറഞ്ഞ ഈ ഒരു വലിയൊരു ഇത് എനിക്ക് ആദ്യം തോന്നുന്നില്ലായിരുന്നു. ആദ്യത്തെ ദിവസം ഷൂട്ട് പറയുമ്പോൾ വിശാഖിന് വലിയൊരു വ്യത്യാസം തോന്നി. പക്ഷെ ഞാൻ ആ പ്ലേയും കൂടെ അലോ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തല്ല എന്നുള്ളതിനെ പറ്റി എനിക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ളത്. അപ്പം അത് ക്രോസ് ചെയ്യുന്നില്ല. എനിക്ക് ആ ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു പ്ലേക്കകത്ത് നിന്ന് തന്നെയാണ് ഇതരം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ഓക്കെ ആയിരുന്നു. ഇപ്പം സംവിധായകൻ എപ്പോഴും ക്രെഡിറ്റ് കൊടുക്കുന്നത് സ്ക്രിപ്റ്റിനാണ്. ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ള സംസാരത്തിൽ പോലും സ്ക്രിപ്റ്റ് എന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇപ്പം ഈ സ്ക്രിപ്റ്റ് എഴുതാൻ ഇരിക്കുക എന്ന് പറയുമ്പം ഒരുപാട് ടൈം ചിലപ്പോൾ നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. നമ്മുടെ ബാക്കി ജീവിതമൊക്കെ അതിന് അനുസരിച്ച് നമ്മൾ ഇപ്പോൾ ക്രമീകരിക്കേണ്ടിയൊക്കെ വരും. ഇതിന് മുമ്പ് എന്താണ്, ഇതിപ്പോൾ ആദ്യത്തെ സിനിമയാണ്, ഇതിന് മുമ്പ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ പ്രോഡക്റ്റ് മാനേജർ ആയിരുന്നു. അല്ല, ഇപ്പോഴും പ്രോഡക്റ്റ് മാനേജർ ആണ്. ഞാൻ ജോലി രാജിവെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ്, നോട്ടീസ് പീരീഡിലാണ്. ഈ മാസം അവസാനം വരെ ഉണ്ട്. ഞാനിപ്പോൾ ഗൂഗിളിലാണ് വർക്ക് ചെയ്യുന്നത് പ്രോഡക്റ്റ് മാനേജറായിട്ട്. മുമ്പ് ആമസോണിലായിരുന്നു ഒരു 10 കൊല്ലത്തോളം. നമ്മൾ പിന്നെ ഞാനും പ്രശാന്ത് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കണ്ടെത്തുന്നത്. അതെ, ഞങ്ങൾ ഇൻഫോസിസിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. ഇൻഫോസിസിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ ഞങ്ങൾ എങ്ങനെ എത്തിപ്പെട്ട് എന്നൊക്കെ വിചാരിക്കുന്ന രണ്ടുപേരായിരുന്നു. വലിയ സിനിമയാണ് കണക്ട് ചെയ്തത്. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു വൈകുന്നേരമാണ്. ഞാൻ അവിടുത്തെ ഒരു മാഗസിൻ, ഞങ്ങൾക്ക് ഇന്റേണലി ഒരു മാഗസിൻ ഉണ്ടായിരുന്നു. അതിൻ്റെ എഡിറ്റിംഗ് ടീമിൽ ഞാനുണ്ട്, എഡിറ്റോറിയലിലാണ് ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു ആർട്ടിക്കിൾ കാണുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടിപ്പോകുന്നു. സാധാരണ കിട്ടുന്ന ഒരു ഇതിനെപ്പറ്റിയും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു ആർട്ടിക്കിൾ. അപ്പോൾ എനിക്ക് ഇതാരാണെന്ന് കണ്ടുപിടിക്കാൻ ഉള്ള ഇതുകൊണ്ട് ഞാൻ ആ ഇന്റേണൽ ഡയറക്ടറിൽ നിന്ന് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുവാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കണക്ട് ആവുന്നത്. പിന്നെ അത് ഞാൻ അവിടെ ഒരു സ്ഥിരം കോളം ആക്കുന്നു. വിശാഖിനെ കൊണ്ടൊരു സ്ഥിരം കോളം ഞാൻ എഴുതിപ്പിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു 1 മാസം സ്പോർട്സിനെ പറ്റി, 1 മാസം സിനിമയെ പറ്റി മാറിയാണ്. ഇത് രണ്ടുമായിരുന്നു വിശാഖിൻ്റെ ഇൻട്രസ്റ്റ്. എനിക്ക് സ്പോർട്സ് എന്നൊരു സാധനമേ ഇല്ല. സിനിമയുടെ പേരിൽ ഞങ്ങൾ കൊളുത്തുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോലൊക്കെ ഒരുമിച്ചായി. പിന്നെ ഞങ്ങളൊരു ഗ്യാപ്പ് വരുന്നു. ഞങ്ങൾ രണ്ടുപേരും MBAക്ക് പോയി. രണ്ടുപേരും പ്രോഡക്റ്റ് മാനേജേഴ്സായി ഓരോ സമയത്ത്. പിന്നെ അങ്ങനെ ബാംഗ്ലൂർ വെച്ചാണ് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അന്ന് വളരെ എന്താ പറയുന്നത്, തിയററ്റിക്കലായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്രാക്ടിക്കൽ ആക്കി കഴിഞ്ഞു. അപ്പോഴാണ് വീണ്ടും റീകണക്ട് ചെയ്തിട്ട് എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും ചെയ്താലോ എന്ന് ആലോചിച്ച് തുടങ്ങുന്നത്. ഇപ്പോൾ പ്രശാന്തിന് ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമകൾ ഒരു ഫെസ്റ്റിവൽ സ്പേസിൽ ആണ് പ്രദർശിപ്പിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ കാണികൾ വ്യത്യസ്തമാണ്, അവർ അഭിരുചി വ്യത്യസ്തമാണ്, അവർ പ്രതികരിക്കുന്ന വിധവും വ്യത്യസ്തമാണ്. അപ്പോൾ തിയേറ്ററിലേക്ക്, ഒരു മാസ് ഓഡിയൻസിലേക്ക്, വ്യത്യസ്ത അഭിരുചിയുള്ള ആളുകൾക്കിടയിലേക്ക് ഈ സിനിമ എത്തിയപ്പോൾ എന്തായിരുന്നു ആ ഒരു അനുഭവമൊക്കെ? അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ ഈ കഴിഞ്ഞ 2 പടങ്ങളും, പ്രത്യേകിച്ചും ദായം, അത് റീസെൻറ്റ് മെമ്മറി ആയതുകൊണ്ട് ദായം കൊണ്ട് ഞാൻ കേരളത്തിലെ പല സ്ഥലത്തും ഈ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഫെസ്റ്റിവൽസിൽ പങ്കെടുക്കുമ്പോൾ കൺസിസ്റ്റൻ്റ്ലി എനിക്ക് കിട്ടുന്നൊരു ഈ Q&A സെഷനിൽ കിട്ടുന്നൊരു ഇതാണ്, ഇതെന്തുകൊണ്ടാണ് തിയേറ്ററിൽ റിലീസ് ചെയ്യാത്തത്? ഇത് ഞങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്ന സിനിമ പോലെ തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് അറിഞ്ഞൂടാ, ഇത് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്താൽ നിങ്ങൾ തന്നെ വന്ന് കാണുമെന്നുള്ളത്. കാരണം അതിൽ ഈ താരങ്ങളില്ല. ഈ എങ്ങനെയാണോ ചില കടമ്പകൾ കടന്നിട്ടേ ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ എത്താൻ പറ്റും, ആ കടമ്പകൾ അത് പാസ്സാവുന്നില്ല. നോൺ ആക്ടേഴ്സ് ഇല്ലാത്തതിൻ്റെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാതെ ഈ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യുന്ന കാര്യത്തിലും ഇമോഷണലി കണക്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഈ കഴിഞ്ഞ സിനിമകളെല്ലാം ഒരേപോലെ തന്നെ നിൽക്കുകയാണ്. ഇത് ഈ പറഞ്ഞ കുറച്ച് എക്സ്പാൻഷനാണ്. അതെനിക്ക് തോന്നുന്നു അതിൻ്റെ തീമിൽ തന്നെയാണ് തുടങ്ങുന്നത്. ഇതൊരു ലവ് സ്റ്റോറി ആണെന്നും ഇതിൽ കോമഡി ഉണ്ടെന്നും, അതുകൊണ്ട് ആ ഒരു കാര്യമാണ് ഇതിനെ ഒരു ബിഗർ ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്നത്. അത് ഈ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. നമ്മൾ ചൂസ് ചെയ്ത പ്രമേയത്തിലും സ്ക്രിപ്റ്റിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വലിയ ഇത് തോന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ശരിക്കുള്ള ബാറ്റിൽ എന്ന് പറയുന്നത് എന്താണ്, ഇത് ഇന്നത്തെ നടപ്പ് രീതികളിൽ നിന്നൊക്കെ ഒരുപാട് തരത്തിൽ മാറി നിൽക്കുന്ന സിനിമയാണ്. ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമല്ല. ഇപ്പം ഇന്നെന്താണ്, ത്രില്ലറാണോ വയലൻസ് ഉണ്ടോ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. ഇതൊന്നും ഇല്ലാത്തൊരു പടമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പടത്തിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ബാറ്റിൽ. ആ ബാറ്റിലാണ് ഇപ്പം വിജയിച്ചിട്ട് അതിലേക്ക് ശ്രദ്ധ വന്നു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമേ ഉള്ളായിരുന്നു. എനിക്കല്ലാതെ ഈ പറയുന്ന പോലെ
എന്തോ ഒരു ആദ്യത്തെ ഫ്രൈഡേയുടെ എനിക്ക് പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റോ അല്ലാതെ പ്രത്യേകിച്ച് ഒരു ആശങ്കയോ ഒന്നും ഇല്ലായിരുന്നു. ഇത് ആദ്യത്തെ അവരുടെ കൂടെ ഇരിക്കുമ്പോഴും ഇത് എനിക്ക് ഓർമ്മയുണ്ട് ആദ്യമായിട്ട് അതിശയങ്ങളുടെ വേനൽ മുംബൈ ഫെസ്റ്റിവലിൽ കാണിക്കുമ്പോൾ അതായിരുന്നു ഏറ്റവും വലിയൊരു ഇത്. കാരണം നമ്മൾ ആദ്യമായിട്ട് വെളിച്ചം കാണിക്കുകയാണിത്. അപ്പോൾ അത് കറക്റ്റ് സമയത്ത് ആളുകൾ ചിരിക്കുന്നുണ്ട്, ഇമോഷണൽ സ്ഥലങ്ങളിൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടെന്നുള്ളതായിരുന്നു എനിക്കൊരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്നുള്ള ആദ്യത്തെ ഉണ്ടായത്. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുപോലെ സംഭവിക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ പോസ്റ്റർ ഡിസൈനർ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ വന്നത് നന്നായി, കാരണം എനിക്ക് ഒരാളുടെ മുഖം നോക്കിക്കൊണ്ടിരിക്കാമല്ലോ. പുള്ളിക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ട്, പുള്ളി അതിൻ്റെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആശ്വാസം, ഇത് തന്നെ ആയിരിക്കും ഒരു ഓഡിയൻസിൻ്റെ റിയാക്ഷൻ എന്നുള്ളൊരു സാധനം. വിശാഖൻ എങ്ങനെയായിരുന്നു അത് ആദ്യത്തെ വെള്ളിയാഴ്ച? ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടി, ആൾക്കാർക്ക് ഇത് കണക്ട് ആവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. പലരും ഫിലിം ഫ്രെറ്റേണിറ്റി എന്നുള്ള ആൾക്കാർ തന്നെ പലരും ഉണ്ടായിരുന്നു. പലരും വന്ന് വളരെ അതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി അല്ലാതെ നമ്മളെ തേടി പിടിച്ച് വന്ന് ഏതെങ്കിലും മൂലയ്ക്ക് നിൽക്കുമ്പോൾ വളരെ മൂഡായിട്ട് സംസാരിച്ചു. അങ്ങനെ എന്തെങ്കിലും ഭയങ്കരമായി മൂവ് ചെയ്ത ഏതെങ്കിലും ഒരു comment ഉണ്ടായിരുന്നോ? രാജേഷ് മാധവൻ, ഗീതി സംഗീത, അവർക്കൊന്നും എന്നെ ഒരു പരിചയമില്ല. അവർ വന്നിട്ട് ക്യാൻ ഐ ഗിവ് എ ഹഗ് എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് കാണാം, അവരുടെ കണ്ണുകളിൽ അത് കാണാം എത്രമാത്രം മൂഡാണെന്നുള്ളത്. അപ്പോൾ അന്ന് വന്ന ഒരുപാട് പേര്, ജിവിൻ ഗോപിനാഥ്, അങ്ങനെ പല ആൾക്കാരും വളരെ നല്ലൊരു ഇതാണ് തന്നത്. പക്ഷേ കണ്ട മിക്കവാറും പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് കിട്ടുന്ന റെസ്പോൺസ്. അപ്പം അത് ശരിക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊരു യെസ്, അതാണ് എനിക്കൊന്ന് ആ വെള്ളിയാഴ്ച എനിക്ക് ഈ ടെറന്റിനോ പണ്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടെന്ന് മനസ്സിലേക്ക് കാണുന്നത്. അതായത് ഒരു സിനിമയുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇൻസിഗ്നിഫിക്കൻറ്റ് ദിവസമാണ് ആ വെള്ളിയാഴ്ച. അത് പിന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം തലയിൽ കിടക്കുന്നുണ്ടായിരിക്കും. എനിക്ക് പിന്നെ വന്നിട്ടില്ല. ഇപ്പം ഇന്ന് രാവിലെയും ഈ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം, ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം തന്നെ പുതുതായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ റിക്വസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തിൽ കുറേ വന്ന് കിടക്കുവാണ്. ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് എൻ്റെ കഥയാണ് എന്ന് പറയുന്ന ആൾക്കാരാണ്. ഞങ്ങൾ രാവിലെ ട്രെയിനിൽ നിന്ന് പറയാറുണ്ട്, ഇത് ഇത്രയും പേരുടെ കഥയാണോ ഇതെന്ന്. അത് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം പറയുന്നത് ഞങ്ങളുടെ കഥയാണ്, ഇത് എൻ്റെ കഥയാണല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് സന്തോഷം. ഭയങ്കര ടച്ച്ഡായിട്ട് മൂഡായിട്ട് ആൾക്കാർ എഴുതുന്നു, നമ്പർ തപ്പിപ്പിടിച്ച് വിളിക്കുന്നു. എൻ്റെ അടുത്ത് പലരും പറയുന്നുണ്ട് ഈ ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അല്ല ഇതിൽ ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ആദ്യത്തെ പടം തൊട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഈ ഫിലിമി ഡയലോഗ് എഴുതാൻ ഇരിക്കാതെ നമ്മൾ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ അത് സത്യമല്ലായിരുന്നു എന്നുള്ള വിശാഖ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വലിച്ചാലോ എന്ന് പറയുന്നത് വിശാഖിന്റെ സർക്കിളിന്റെ ഇടയ്ക്കൊക്കെ ഉള്ളൊരു സാധനമാണ്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ സിനിമയിൽ കൊണ്ടുവരുമ്പോൾ വരുന്ന ഒരു ഫ്രഷ്നെസ് ഭയങ്കരമാണ്. നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല, നമ്മളുടെ ജീവിതത്തിനെ അവിടെ റിഫ്ലക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ ഒരു പവർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണക്ട് ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ആവും, എന്നിട്ട് താരതമ്യം ചെയ്യാനും വളരെ ശ്രമങ്ങൾ ഉണ്ടാവും. ഈ പടത്തിന്റെ ആദ്യത്തെ ട്രെയിലർ വരുന്നു, പടത്തെ സംബന്ധിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് 96 രണ്ടുപേര് നടന്നു വരുന്നു എന്ന് കാണുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് കണക്ട് ചെയ്യുക. ലവ് സ്റ്റോറി ആണെങ്കിൽ അത് 96 ചേർത്ത് വായിക്കാൻ ഉള്ള ശ്രമം ഉണ്ടാവാറുണ്ട്. അപ്പൊ ആദ്യം അങ്ങനെ ഒരു സാധനമൊക്കെ വന്നപ്പോ എങ്ങനെയായിരുന്നു അതിനോടുള്ള? അപ്പോൾ എനിക്കൊന്നും പോസ്റ്റർ തന്നെയാണ് മെയിൻ കാര്യം തോന്നുന്നത് അല്ലേ. അപ്പോൾ പോസ്റ്റർ ഞങ്ങളൊരു 8-9 പോസ്റ്ററുകൾ, ഞാൻ ഈ പറഞ്ഞ പ്രോഡക്റ്റ് മാനേജ്മെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, എല്ലാം ഒരു യൂസർ ടെസ്റ്റിങ്ങിലൂടെ പോകുന്നുണ്ട്. പിന്നെ അതുകൊണ്ടുള്ള ഗുണങ്ങൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു 9 പോസ്റ്ററുകൾ ഞാനൊരു 100-ൽ അധികം പേരിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചൂസ് ചെയ്യുക അതിനകത്ത്. അപ്പം ഇതിന് അതിൽ ഈ 110 പേരിൽ ഒരു 28 പേര് സെലക്ട് ചെയ്ത പോസ്റ്ററാണിത്. അപ്പോൾ ഞാൻ എന്നുവെച്ചാൽ വളരെ വേരീഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ പിന്നെ ആലോചിക്കാൻ നോക്കുമ്പോൾ കുറച്ച് പേരുടെ അവർ പേഴ്സണലി പറഞ്ഞ ഫീഡ്ബാക്കുകളൊക്കെ നോക്കുമ്പോൾ അത് വളരെ സിമെട്രിക് ആണ്, ഇവരുടെ രണ്ടുപേരുടെയും ഫേസസ് ക്ലിയർ ആണ്. ഇത് അല്ലാത്ത പോസ്റ്ററുകളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഓവറോൾ ആ സിനിമ ഒരു നൈറ്റ് എന്നൊക്കെ ഉള്ളൊരു മൂഡ് വരുന്നുണ്ട്. ഇതിൽ ആ നിയോൺ സൈനിലെ ടൈറ്റിൽ വരുമ്പോൾ അത് ഏറ്റവും എറിച്ചു നിൽക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്. ഇതെല്ലാം ഞാൻ പിന്നെ കണ്ടുപിടിച്ച കാര്യങ്ങൾ, ഇങ്ങനെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ ഇതുകൊണ്ടൊക്കെ എന്റെ കൂട്ടിന് കൂടുതൽ വെയിറ്റേജ് ഉണ്ടായിരുന്നു. ഇല്ല അങ്ങനെയൊന്നുമില്ല, എല്ലാം സ്റ്റാറ്റിസ്റ്റിക് ആണ് നമ്മുടെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കി അത്, കാരണം വിശാഖിനെക്കാളും ഒബ്ജക്റ്റീവ് ആവണം. വിശാഖിന് അതിനകത്ത് സബ്ജക്റ്റീവായിട്ടുള്ള ഇൻപുട്ട് കാണുമല്ലോ. എനിക്ക് മനസ്സിലായത് കുറേ പേർക്ക്, കൂടുതൽ പേരെ ആകർഷിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം. അപ്പോൾ ഇതിൽ ഒരു പക്ഷേ ഇവരുടെ തലയിൽ 96 ഉണ്ടായിരിക്കാം, ഇവരുടെ തലയിൽ ഇങ്ങനെ ഒരു വിഷ്വൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ 2 പേര് നഗരത്തിലൂടെ 2 ആണ്, ഒരു സ്ത്രീയും പുരുഷനും നടക്കുന്നതിൻ്റെ ഒരു ഭംഗി ഉണ്ടായിരിക്കാം. ഈ പല കാരണങ്ങൾ കൊണ്ടാണ് അത് ചൂസ് ചെയ്തപ്പോൾ റൈറ്റ് വേ ആ കമ്പാരിസൺ വരുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ പറയുന്ന ഒരു ഇമ്മീഡിയറ്റ്ലി പോപ്പ് കൾച്ചറിലുള്ള ഒരു റെഫറൻസുമായിട്ട് ആൾക്കാർ കണക്ട് ചെയ്യുന്നത് വളരെ സ്വാഭാവികമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഏറ്റവും വലിയ കോൺഫിഡൻസ്, പലരും ചോദിച്ചു ഇങ്ങനെ ഒരു, എൻ്റെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ തിയേറ്ററിൽ വന്ന് കണ്ടാൽ തീരാവുന്നേ ഉള്ളൂ. ഇത് വന്നു കഴിഞ്ഞാൽ ഇതല്ല എന്നുള്ളത് അറിയാം. കാരണം നമ്മുടെ ഷൂട്ടിൻ്റെ ഫസ്റ്റ് ഡേ
ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്ന പെൻ ഡ്രൈവ് കളഞ്ഞുപോയി. നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് ADസിൻ്റെ എന്തോ കയ്യിൽ നിന്നാണ് എന്തായാലും പോയി. അപ്പോൾ ഇത് നമുക്കിത് ഇങ്ങനെ ഒരു സിനിമ വേറെ ഉണ്ടാവുമോ എന്നൊരു ഭീതി ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ റിലേറ്റീവ്ലി ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ കൂളാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു രീതിയിൽ ഈ ഒരു സാധനം വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നൊരു ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു തീം വേറെ ആരും ചെയ്യാൻ സാധ്യതയില്ല എന്ന് എനിക്ക് എന്തോ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വരുമ്പോൾ ആ ഇൻ്റർവെല്ലിൽ വരുന്ന ആ ട്വിസ്റ്റ് ആരും ഇതുവരെ നേരത്തെ ഞാൻ ഗസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. അത് പറയാനും പറ്റത്തില്ല ഒരു കോൺഫിഡൻസിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് 96 ഒക്കെ സിനിമ കാണുന്നവരേ ഉള്ളൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇത്തിരി നേരത്തിന് ഇനിയും ഒരുപാട് ഒത്തിരി നല്ല പ്രതികരണം ലഭിക്കട്ടെ. താങ്ക്സ്.